അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ വ്ളോഗ്സും പിന്നെ അല്ലാതെ ഇസ്ലാമിക് കണ്ടൻറ്റും മിക്സ് ചെയ്തിട്ടല്ലായിരുന്നു ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഇസ്ലാമിക് കണ്ടൻറ്റ് മാത്രമല്ലേ ഇടുന്നത്. അപ്പോൾ എൻ്റെ കമൻറ്റിലൊക്കെ വരും പഴയ പോലത്തെ വീഡിയോ മിസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന്. ഞാനിന്ന് അസർ തൊട്ട് മഗ്‌രിബ് വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ലൈറ്റിൻ്റെ ബാറ്ററി ഒരു സെല്ല് പോലെയാണ്, അതിപ്പോൾ തീരാറായി, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കത്തത്തുള്ളത്. പിന്നെ എൻ്റെ കൂടുതൽ വീഡിയോകളും തുടങ്ങുന്നത് ഞാൻ ക്യാൻഡിൽ കത്തിച്ചിട്ടല്ലേ. ഇപ്പോഴത്തെ വീഡിയോകളിലൊന്നും ക്യാൻഡിൽ കത്തിക്കുന്നത് കാണുന്നില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ ഈ ടിന്ന് പൊട്ടിപ്പോയി, അതാണ് ക്യാൻഡിൽ കത്തിക്കുന്നത് കാണിക്കാത്തത്. അസറിൻ്റെ ബാങ്കൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ അസർ നിസ്കരിച്ച്. ഈ റമദാനിൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയത് എന്തെന്ന് വെച്ചാൽ റവാത്തീബ് സുന്നത്ത് നിസ്കാരമാണ്. ഞാൻ മുമ്പ് തഹജ്ജുദ്, വിത്തർ, പിന്നെ ഇടയ്ക്ക് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, പിന്നെ റമദാനിൽ തറാവീഹ് നിസ്കാരം, ഇതൊക്കെ സുന്നത്തായിട്ട് നിസ്കരിച്ചിട്ടുള്ളായിരുന്നു. അല്ലാതെ 12 റക്അത്ത് റവാത്തീബ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ റമദാൻ മാസം തൊട്ട് തുടങ്ങാമെന്ന്. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഖുർആൻ ഓതി. 3 പേപ്പർ ഖുർആനാണ് ഞാനിപ്പോൾ ഓതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യാസീനും കൂടെ ഓതി. ഞാൻ വിചാരിക്കുന്നത് ഈ റമദാൻ 20-ന് മുമ്പ് ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹത്തം കംപ്ലീറ്റ് ആക്കണമെന്നാണ്. എന്നിട്ട് ലാസ്റ്റത്തെ 10 നോമ്പിൽ ഒരു ഹത്തം കൂടെ കംപ്ലീറ്റ് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. വിചാരിച്ചത് നിസ്കരിക്കുന്നതും ഖുർആനോന്നേയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറയണ്ടെന്നാണ്. പക്ഷേ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മോട്ടിവേഷൻ കിട്ടും, അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യണം, പറയണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൽ കൂടെ എൻ്റെ പേരോ ഐഡൻറ്റിറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊന്നും ഷോ ഓഫിന് വേണ്ടിയിട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടോ ആവത്തില്ല. അങ്ങനെ ആവണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ പറയാമായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ടിപ്പോൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങി, അള്ളാഹുവിലോട്ട് അടുത്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അള്ളാഹുവിലോട്ട് അടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു എനിക്കും തരുമല്ലോ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ 6000 സബ്സ്ക്രൈബേഴ്സായി. ഇതിൽ എല്ലാവരും ഒന്നും നമ്മുടെ എല്ലാ വീഡിയോ ഒന്നും കാണത്തില്ല. എല്ലാ വീഡിയോയും കാണുന്നത് ഒരു 400 പേരായിരിക്കും. പിന്നെ എല്ലാ വീഡിയോയിലും കുറച്ച് പേര് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. പിന്നെ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കമൻ്റ് ഇടുന്നത് 2 പേരാണ്, ദിൽനായും റിൻഷായും ആണ്. പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരൊക്കെ. ഞാൻ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കമൻ്റ് ഇടുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ വീഡിയോകളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻറ്റാണ് ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിലോട്ട് കൂടുതൽ അടുത്തതെന്ന്. അതിന് പ്രത്യേകമായിട്ടൊരു കാര്യമില്ല, എന്നാലും എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ കൊച്ചിലെ നിന്ന് കറക്റ്റായിട്ട് നിസ്കരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ടാണ് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് 23 വയസ്സാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ഒരു നിസ്കാരം പോലും നിസ്കരിക്കാതിരുന്നിട്ടില്ല. ഞാൻ എൻ്റെ ചെറുതിലേ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനങ്ങനെ ആരടുത്തും വലുതായിട്ട് മിണ്ടത്തില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇവരടുത്തൊക്കെ ഞാൻ മിണ്ടത്തുള്ളൂ. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ. ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ സ്കൂളിൽ ചേർന്ന്. അപ്പോൾ പുതിയ സ്കൂളാകുമ്പോൾ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ മിണ്ടത്തുള്ളൂ. സാധാ ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്ത് പോലും ഞാൻ അങ്ങനെ മിണ്ടത്തില്ല. ഞാൻ അങ്ങോട്ട് മിണ്ടിയാൽ എല്ലാവരും മിണ്ടിയേനെ, പക്ഷേ ഞാൻ അങ്ങോട്ട് മിണ്ടത്തില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ സ്വഭാവം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായ പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അള്ളാഹു മാത്രമേ കാണത്തുള്ളൂ സംസാരിക്കാനും മനസ്സിലൊക്കെ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ട്യൂഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്ത്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല. ക്ലാസ്സിൽ കുട്ടിയെടുത്തൊക്കെ ചോദിച്ചാൽ എന്നെ അവർ കുട കയറ്റി വരുന്നു, പക്ഷേ എനിക്ക് ചോദിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എങ്ങനെയെങ്കിലും മഴ കുറച്ച് തരണേ റബ്ബേന്ന്. അപ്പോൾ മഴ പോയി. അങ്ങനെയാണ് എനിക്കൊരു കണക്ഷൻ വന്നത് അള്ളാഹുവായിട്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് ദുആ ചെയ്താൽ മതി, അള്ളാഹു എല്ലാം കേൾക്കും, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത് അപ്പോഴാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു അടുപ്പവും കണക്ഷനൊക്കെ വന്നത് ആ സമയം തൊട്ടാണ്. അതിനു മുമ്പേ എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വിശ്വാസവും എല്ലാം ഉണ്ട്. എൻ്റെ വാപ്പായും ഉമ്മായും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരെ കണ്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ട് അള്ളാഹുവിലൊരു കണക്ഷൻ വരത്തില്ലേ, ആ കാര്യമാണ്. അള്ളാഹു എല്ലാ ദുആകളും കേൾക്കും. അപ്പോഴേക്കും അള്ളാഹുവായിട്ട് ഭയങ്കര കണക്ഷൻ വന്ന്. പക്ഷേ അപ്പോഴും നിസ്കരിക്കുന്നത് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു.
എപ്പോഴും കറക്റ്റായിട്ട് നിസ്കരിക്കണമെന്ന് ആഗ്രഹമായിരുന്നു മനസ്സിൽ, പക്ഷേ കറക്റ്റായിട്ട് നിസ്കരിക്കത്തില്ലായിരുന്നു. പിന്നെ 8ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 ആയപ്പോഴത്തേക്കും ഞാൻ കറക്റ്റായിട്ട് മഫ്ത ഇടാൻ തുടങ്ങി. മഫ്ത ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അള്ളാഹുവിൻ്റെ അടുത്ത് കൂടുതൽ അടുത്ത പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം തെറ്റുകൾ ചെയ്യുന്നത് കുറയുന്നത് പോലെ തോന്നി. അപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കണം എന്നും കൂടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. മനസ്സിൽ വിഷമമായിരുന്നു. നിസ്കരിച്ചാൽ പിന്നെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്തായാലും ശിക്ഷ കിട്ടൂല, അങ്ങനത്തെയൊക്കെ ഒരു മനസ്സായിരുന്നു. പിന്നെ 17 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ദിവസം തീരുമാനിച്ച് ഇനി ഒരിക്കലും നിസ്കരിക്കാതിരിക്കത്തില്ല, എന്നും കറക്റ്റായിട്ട് നിസ്കരിക്കുമെന്ന്. എന്നിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു മാസം വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വരെ ആയിട്ട് ഞാൻ ഒരു നിസ്കാരം പോലും നിസ്കരിക്കാതെ ഇരുന്നിട്ടില്ല അന്ന് തൊട്ട്. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ അള്ളാഹുവിൻ്റെ നിന്ന് ശിക്ഷ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പേടി വരുന്നത് അള്ളാഹു എന്നെ വെറുക്കോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോഴും. എൻ്റെ മനസ്സിലിപ്പോൾ അള്ളാഹുവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. ഞാൻ ഇപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് ഓരോ ആഗ്രഹങ്ങളൊക്കെ ദുആ ചെയ്യത്തില്ലേ, അതൊക്കെ അള്ളാഹു എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ നോൺ മുസ്ലിം ഫ്രണ്ട്സ് വരെ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കും. അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ പറയും, നിൻ്റെ ദൈവത്തിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണേ ശരിയാവാൻ വേണ്ടിയിട്ടെന്ന്. പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഖുർആൻ ഓതാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നിസ്കരിച്ച് തുടങ്ങിയില്ല. അന്ന് തൊട്ട് ഞാൻ ഹത്തം ഓതാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഒരു ബ്രേക്ക് വെക്കത്തില്ല. ഒരു ഹത്തം കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത ഹത്തം തുടങ്ങി വയ്ക്കും. പിന്നെ ബിടെക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നും മനസ്സിലായി. എനിക്കിപ്പോഴും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കമൻറ്റ് വരും, നിസ്കരിക്കാൻ പറ്റുന്നില്ല, മടിയാണ്, ആഗ്രഹമുണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്താലേ നമുക്ക് നിസ്കരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ഈ 10, +1, +2 അതുവരെയൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ പേരൻസിൻ്റെ ഫോഴ്സിലായിരിക്കും. എൻ്റെ കൂടെ പഠിച്ച കുറേ പേരുണ്ട്, അവർക്ക് അന്നൊക്കെ നല്ലപോലെ അവിടത്തൊക്കെ മറിച്ച് നടന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചവർ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ ജീവിക്കുന്നു. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും അള്ളാഹു അതൊക്കെ പുറത്തു തരും. നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്ത് ഇന്നു മുതൽ നമ്മൾ നിസ്കരിക്കൂ എന്ന് തീരുമാനിച്ചിട്ട് ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്താതെ ഇനി തൊട്ട് നിസ്കരിച്ചാൽ മതി. ഇനിയിപ്പോൾ എത്ര വയസ്സാണെങ്കിൽ പോലും 30 ആയാലും 40 ആയാലും എത്രയാണെങ്കിലും ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത് തന്നെ അള്ളാഹു തന്ന അനുഗ്രഹമാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ നോമ്പ് കുറിക്കാനുള്ള സമയമൊക്കെ ആവാറായി. ഉമ്മായും ഉത്തായും ഒക്കെ നോമ്പ് കുറിക്കാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ്. കട്ട്ലറ്റും ഉമ്മ കാബജിയും മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്നു. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ റമളാൻ. ജോലിയൊന്നും ചെയ്യേണ്ടാത്ത. എനിക്ക് രാവിലെ എണീറ്റാൽ മതി, അപ്പോൾ അത്താഴത്തിനുള്ള ഫുഡ് കിട്ടും. വൈകിട്ട് നോമ്പ് കുറിക്കാൻ നേരത്തെ ഇരിക്കുമ്പോൾ നോമ്പ് കുറിക്കാനുള്ള ഫുഡെല്ലാം ആവും. ഈ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കല്യാണം കാണുമല്ലോ, അപ്പോൾ അടുത്ത റമളാൻ തൊട്ട് ഞാനും നോമ്പ് കുറിക്കാൻ ഫുഡ് ഉണ്ടാക്കണം. രാവിലെ അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കണം. നമ്മുടെ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കുറച്ചൊക്കെ, മീൻകറിയും ദോശയും ചപ്പാത്തി അങ്ങനെയൊക്കെ. ഈ വീട്ടിലാവുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഉമ്മായും ഉത്തായൊക്കെയാണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ എനിക്ക് ആകെയുള്ള ജോലി പാത്രങ്ങൾ കഴുകാൻ കാണും, പിന്നെ വീടൊക്കെ തൂക്കണം, അത്രയേ ഉള്ളൂ. പണ്ട് എനിക്ക് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. 8ാം ക്ലാസ് ആ സമയത്തൊക്കെ ഞാൻ പായസമൊക്കെ ഒറ്റയ്ക്കൊക്കെ വെക്കുമായിരുന്നു. പിന്നെ 9ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ സ്കൂള് ട്യൂഷനായപ്പോൾ ഒന്നിനും സമയമില്ലായിരുന്നു. എനിക്ക് എപ്പോഴും കമൻറ്റ് വരും വ്ളോഗ് പോലെ വീഡിയോ ഇടാൻ. പക്ഷേ ഞാൻ ഇടാത്തത് എല്ലാ വീഡിയോ ഒരുപോലെ ഇരിക്കും, കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാനാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ എടുത്തിടായിരുന്നു. പക്ഷേ എപ്പോഴും ഉമ്മ രാവിലെ ഫുഡ് ഉണ്ടാക്കും, കാരണം ഇത്താക്കും കാക്കാക്കും പോവാനുള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആംഗിൾ ശരിയാവത്തില്ല, അപ്പോൾ വീഡിയോയിൽ ഭംഗിയില്ലാത്ത പോലെയല്ലേ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗൊന്നും ഇടാത്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഇസ്ലാമിക് കണ്ടൻറ്റും വ്ളോഗും ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാം. എൻ്റെ അടുത്ത് റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം. എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നഷീദ് കൊടുക്കത്തില്ലേ, അതെന്തിനെന്ന് വെച്ചാൽ ഞാൻ വോയിസ് കൊടുക്കുന്നത് മൈക്കിലല്ല ഫോണിലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലപോലെ കേൾക്കാൻ പറ്റും. നഷീദ് ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇന്ന് നമുക്ക് നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെയാണ്.
നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കും മഗ്‌രിബ് ഇശായ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡല്ലാതെ കഴിക്കുന്നത്. നോമ്പ് മുറിച്ചിട്ട് ഞാൻ മഗ്‌രിബ് നിസ്കരിക്കും. എന്നിട്ട് മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് 4 പേപ്പർ ഖുർആൻ ഓതും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.